അഹമ്മദാബാദ് വിമാന ദുരന്തം പക്ഷിയിടിച്ചതുമൂലമല്ല ഉണ്ടായതെന്ന് റിപ്പോർട്ട്. DGCAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. അമിതഭാരമാണ് അപകട കാരണം എന്ന അഭ്യൂഹവും തള്ളുന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാവുക എന്നത് അസംഭവ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രാഥമിക റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ഇതിനിടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ബ്ലാക്ക് ബോക്സ് ഡേറ്റ പരിശോധനയിലൂടെയാണ് വിമാനത്തിനെ ദുരന്തത്തിലേക്ക് നയിച്ച ശരിയായ കാരണങ്ങൾ കണ്ടെത്തുക. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അപകടം നടന്ന് ഏതാണ്ട് 1.5 ദിവസത്തോളം ആകുമ്പോൾ ഏറ്റവും പ്രധാനം DGCAയുടെ പ്രാഥമിക നിഗമനങ്ങളാണ്. ഇന്നലെ പറഞ്ഞു കേട്ടിരുന്ന കാരണങ്ങളൊന്നുമല്ല അതെന്ന് മനസ്സിലാവുന്നു. പിന്നെ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധന നിർണായകമാവുക. ഈ അന്വേഷണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ശ്രീജ, ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് അപകട കാരണം എന്നത് അവ്യക്തമായി തുടരുകയാണ്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്നത് അമിതഭാരമല്ല, ഈ 2 എഞ്ചിനുകളാണുള്ളത്. ഈ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തിക്കാതാകുക എന്ന ഒരു അസാധാരണ സാഹചര്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന്, പക്ഷി ഇടിച്ചിട്ടില്ല. ഈ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, പൈലറ്റിൻ്റെ പിഴവാണോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയായിരിക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുക. 15 ദിവസമെങ്കിലും ഒരുപക്ഷെ വേണ്ടിവരും. പരമാവധി 15 ദിവസമാണ് ഇതിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് അല്ലെങ്കിൽ പരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരിക. ഇതിലെ മരണം സംബന്ധിച്ചുള്ള ഒരു കണക്കും അതും കൂടുകയാണ്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ 242 അതിൽ 241 പേർക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജുണ്ട്, അവിടുത്തെ ഹോസ്റ്റലുണ്ട്. ആ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ 294 എന്നൊരു ഔദ്യോഗിക സംഖ്യയാണ്. മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് DNA പരിശോധനകൾ നടക്കുന്നുണ്ട്. 6 പേരുടെ മൃതദേഹം ഇതിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. DGCAയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു സുപ്രധാനമായ നടപടി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. എയർ ഇന്ത്യക്ക് ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി, അത് ഇപ്പോൾ നടക്കുന്ന മെയിൻ്റനൻസിന് പുറമെ കൂടുതൽ അറ്റകുറ്റപ്പണി നടത്തണം. ഓരോ പറക്കലിന് മുൻപും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DGCAയുടെ റീജിയണൽ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വേണം ഈ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതെന്ന കാര്യം കൂടി ഒരു നിർദ്ദേശമായി എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബോയിങ് ഡ്രീം ലൈനർ എന്ന വിമാനം 1189 വിമാനങ്ങളാണ് ഈ മോഡലിലുള്ളത് ലോകത്ത്. ഇതിൽ എയർ ഇന്ത്യക്ക് 27 വിമാനങ്ങളാണുള്ളത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ചില വിവരങ്ങൾ അതിന് തൊട്ട് മുൻപുള്ള യാത്രയിൽ പോലും അതിലെ യാത്രക്കാർ പകർത്തിയ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ലൈറ്റോ പല ഈ TV അതിനകത്ത് തന്നെ യാത്രക്കാർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പലതും പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. അങ്ങനെ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തൊരു വിമാനമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 12 വർഷത്തെ പഴക്കമുള്ള വിമാനം, പക്ഷേ അറ്റകുറ്റപ്പണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നോ അത്തരം കാര്യങ്ങൾ എന്തായാലും അത്തരം വിശദമായ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ DGCA എയർ ഇന്ത്യക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മോഡലിലുള്ള എല്ലാ വിമാനങ്ങളിലും വളരെ വിശദമായ സുരക്ഷാ പരിശോധന ചെക്ക് ലിസ്റ്റ് തന്നെ നൽകിയിരിക്കുകയാണ്.